ഹലോ എവറി വൺ, എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വെൽക്കം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3rd ചാപ്റ്ററിലെ 6 ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കാനുള്ളത് 7th ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ ദി ഗിവൺ ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ഇവിടെ 4 ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, 4 പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. ആ 4 പ്രവർത്തനങ്ങളെ ഈ ചുവടെ കൊടുത്തിരിക്കുന്ന ഈ ഇൻഡിക്കേറ്റേഴ്സ്, ഈ സൂചകത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാനാണ് ചോദ്യം. നമുക്ക് ആദ്യം ഇൻഡിക്കേറ്റേഴ്സ് വായിക്കാം അല്ലേ. ആക്ടിവിറ്റി ഓർ ആക്ടിവിറ്റീസ് ഈസ് റിലേറ്റഡ് ടു സെൻസറി നെർവ് ഫൈബേഴ്സ്. അതായത് സംവേദ നാഡീ തന്തുക്കളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം അല്ലെങ്കിൽ പ്രവർത്തനം കണ്ടുപിടിക്കാനാണ്. നമുക്ക് ഈ 4 ഏതാണ് സംവേദ നാഡീ തന്തുക്കളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം അല്ലേ? എന്തായിരിക്കും പറഞ്ഞു തന്നെ? യെസ്, ദി ഇമ്പൾസ് ഓഫ് ദി ഇമേജ് ഫോംഡ് ഓൺ ദി റെറ്റിന ഈസ് സെൻഡ് ടു ദി ബ്രെയിൻ. സെൻസറി എന്ന് പറഞ്ഞാൽ ടു ബ്രെയിൻ ആണ്. ബ്രെയിനിലേക്കോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്കോ മസ്തിഷ്കത്തിലേക്കോ സുഷുമ്നയിലേക്കോ ഒക്കെ ആവേഗത്തെ കൊണ്ടുപോകുന്നതാണ് സെൻസറി നെർവ് ഫൈബേഴ്സ്, സംവേദ നാഡി തന്തുക്കൾ. അപ്പൊ കണ്ണിലെ റെറ്റിനയിൽ ഉണ്ടായിട്ടുള്ള ഇമേജിന്റെ ആ ഇമ്പൾസിനെ ബ്രെയിനിലേക്ക് എത്തിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന് മാച്ച് ആയത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. ദി ആക്ടിവിറ്റി ഓർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു മോട്ടോർ നെർവ് അല്ലെ. അതായത് മോട്ടോർ നെർവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. മോട്ടോർ നെർവ് അതായത് നമ്മുടെ പ്രേരക നാഡീ തന്തുക്കളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നോക്കാനാണ്. അതായത് നമ്മുടെ ബ്രെയിനിൽ നിന്നോ സ്പൈനൽ കോഡിൽ നിന്നോ മസ്തിഷ്കത്തുനിന്നോ സുഷുമ്നയിൽ നിന്നോ അങ്ങോട്ട് എത്തിയിട്ടുള്ള ആ ഒരു ആവേഗത്തെ നോക്കിയിട്ട് തിരിച്ചൊരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, റെസ്പോൺസ് കൊണ്ടുവരുന്ന ആൾക്കാരാണ് മോട്ടോർ നെർവുകൾ, പ്രേരക നാഡികൾ അല്ലെ. അപ്പൊ നോക്കിയേ, നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടു അല്ലെ, ആ സുഹൃത്താണ് മനസ്സിലായി. അപ്പൊ ആ കണ്ട ആള് സുഹൃത്താണെന്ന് മെസ്സേജ് ബ്രെയിനിലേക്ക് പോയി. നമ്മൾ എന്ത് ചെയ്യും? അവരെ കാണുമ്പോൾ ചിരിക്കും. ലുക്കിംഗ് അറ്റ് ദി ഫ്രണ്ട് ആൻഡ് സ്മൈലിംഗ്. ആ ഫ്രണ്ടിനെ നോക്കി ചിരിക്കുന്ന ഈ എക്സാമ്പിൾ മോട്ടോർ നെർവ് ഫൈബേഴ്സിന്റെ ആക്ടിവിറ്റിയാണ് അല്ലെ. എന്നാലോചിച്ചോക്കെ, ഒരു സുഹൃത്തിനെ കണ്ടു, സുഹൃത്താണ് എന്ന് പറയുന്ന മെസ്സേജ് സെൻസറി നെർവ് ഫൈബേഴ്സ് സംവേദ നാഡി അതിൽ കൊണ്ടുപോയി അവിടെ എത്തി പറയണ തന്റെ ഫ്രണ്ടാണ് തിരിച്ചറിഞ്ഞ് നമ്മൾ ചിരിക്കുകയാണ് അല്ലെ. സോ ആ എക്സാമ്പിൾ ആണ് എന്ത്? മോട്ടോർ നെർവ് ഫൈബറിന്റെ എക്സാമ്പിൾ. ഇനി ദ ആക്ടിവിറ്റീസ് ദാറ്റ് നോട്ട് റിലേറ്റഡ് ടു എബോവ് വൺസ്. ഇത് രണ്ടിലും പെടാത്തതാണ് എന്ത്? ബാക്കിയുള്ള ആക്ടിവിറ്റി രണ്ടിലും പെടാത്തതാണ് ഈ 2 എക്സാമ്പിൾസ്. ഓക്കെ, ശരി.